NGO Partners. So ഇന്നത്തെ ട്യൂട്ടോറിയൽ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ആക്ടിവിറ്റി സെക്ഷൻ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ലോഗിൻ ചെയ്യണം. സോ ലോഗിൻ ചെയ്ത് ഡാഷ്ബോർഡ് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പേജ് ആയിരിക്കും റീച്ച് ആവുന്നത്. അതിലൂടെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആക്ടിവിറ്റീസ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജ് വരും. സോ ഇവിടെയാണ് നമ്മുടെ റീസെൻറ്റ് ആക്ടിവിറ്റി എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന പേജ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ആക്ടിവിറ്റീൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണോ ആക്ടിവിറ്റി ഓൾറെഡി നിങ്ങൾക്കത് നിങ്ങളുടെ സിസ്റ്റത്തിലോ ഫോണിലോ സ്റ്റോർഡ് ആയിരിക്കും. അപ്പോൾ ആ ആക്ടിവിറ്റി ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യും. ആക്ടിവിറ്റി ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ആ ആക്ടിവിറ്റി എന്താണോ അതിനൊരു ഹെഡ്ലൈൻ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മളത് മെഡിക്കൽ ക്യാമ്പ് ആയതുകൊണ്ട് നമുക്കത് ഹെൽത്ത് കമ്മ്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം നോക്കേണ്ട കാര്യം വന്നിട്ട് ഗ്രാമർ ആൻഡ് സ്പെല്ലിങ്സ് ആണ്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സ്ക്രീനിങ് പ്രോഗ്രാം എന്നിട്ട് ഹെഡ്ലൈൻ കൊടുക്കാം. സോ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വന്ന് കോണ്ടന്റ് ആണ്, അതായത് ഡിസ്ക്രിപ്ഷൻ. ഈ ഡിസ്ക്രിപ്ഷൻ കാണുമ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റ് വ്യൂ ചെയ്യുന്നവർക്ക് കംപ്ലീറ്റ് പ്രോഗ്രാമിനെ കുറിച്ചൊരു ഐഡിയ വേണം. അതായത് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, ആരാണ് ടാർഗറ്റ് ഓഡിയൻസ്, ഫ്യൂച്ചറിലേക്ക് എന്താണോ ഫോക്കസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണം. ഇപ്പം നമ്മളിവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാം വന്നിട്ട് കണ്ടക്ട് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്, അപ്പോൾ എന്തിനാണ് അത് ഫോക്കസ് ചെയ്യുന്നതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എത്ര പേരാണ് അറ്റൻഡ് ചെയ്തത് നോക്കുക. അതേമാതിരി അതിൻ്റെ ഗ്രാമറും സ്പെല്ലിങ്സും ഒക്കെ പ്രോപ്പർ ആണോ കറക്റ്റ് ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ ആകും. വായിക്കുന്നവർക്കും കാണുന്നവർക്കും അതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനുശേഷം ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. ഈ ആക്ടിവിറ്റി എന്നാണോ കണ്ടക്ട് ചെയ്ത ഡേറ്റ്. ഇപ്പോൾ ഇയർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത ഇയർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ 2024 തന്നെ നടന്നൊരു ഇവൻ്റ് ആണ്, ഒക്ടോബറിൽ നടന്നതാണെങ്കിൽ ഏത് ഡേറ്റ്, 18-ാം തീയതി, ആ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ആകും. സോ അത് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അതേമാതിരി തന്നെ നമുക്കിവിടെ പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രിവ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ ആക്ടിവിറ്റീസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം അവർ ആക്ടിവിറ്റീസിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സ്ക്രീനിങ് പ്രോഗ്രാം, ഇത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതിവിടെ അപ്ഡേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പുതിയ ആക്ടിവിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 by 1 അത് വന്നിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ആക്ടിവിറ്റി അപ്ഡേറ്റ് ചെയ്യേണ്ടത് വെബ്സൈറ്റിൽ. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 1NGO ടീമിനെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.